Hi students, നമുക്കിന്ന് Industrial Electronics and PLCയുടെ next session start ചെയ്യാം. Today's topics are inverters, series and parallel type. അപ്പോൾ ഇൻവേർട്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്, അതായത് സീരീസ് ഇൻവേർട്ടേഴ്സും ഉണ്ട്, പാരലൽ ഇൻവേർട്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ വിനോ, ഇപ്പോൾ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ഇപ്പോൾ മെയിൻ സപ്ലൈ ഫെയിലിയർ ആവുന്ന സമയത്ത് നമുക്ക് ആ AC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് എ ഡയഗ്രാം ഓഫ് എൻ ഇൻവേർട്ടർ. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ആപ്ലിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ്സും ഒക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്. The primary function of an inverter is to convert direct current power into standard alternating current. That means DC to AC conversion use ചെയ്യുന്ന circuit ആണ് എന്ത് inverters എന്ന് പറയുന്നത്. Okay, this is because whereas AC is the power supplied to industry and homes by the main power grid or public utility. The batteries of alternating power system store only DC power. നമുക്കറിയാം ഇൻഡസ്ട്രിയിലായാലും നമ്മുടെ ഹോം ആവശ്യത്തിനായാലും നമുക്ക് AC സപ്ലൈ ആണ് ആവശ്യം അല്ലേ. അപ്പോൾ ആ നമ്മുടെ മെയിൻ പവർ ഗ്രിഡിനാണ് നമുക്ക് സപ്ലൈ വരുന്നത്. ആ സപ്ലൈ ഇൻ കേസ് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. Inverters gives constant AC voltage at its output socket when the AC mains power supply is not available. മെയിൻ സപ്ലൈ അവൈലബിൾ അല്ലാത്ത സമയത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള AC വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ബേസിക് ഇൻവേർട്ടർ. അപ്പോൾ DC is the input, ഒരു AC is the output അല്ലേ. ഒരു DC നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ആൻഡ് മൈനസ് പൊളാരിറ്റീസ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു DC അതുപോലെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യാം. So what are the blocks inside this inverter? നമുക്ക് നോക്കാം. Inside the inverter എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാംസ് വരിക. Battery is there, then there is a driver circuit, MOSFET driver circuit or any type driver circuit നമുക്ക് യൂസ് ചെയ്യാം. Then there is a step up transformer. Step up transformer means what? നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന AC-നെ ഒന്നുകൂടെ സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. Then finally we get the AC power. ഒരു ഇൻവേർട്ടറിന്റെ ഇൻസൈഡിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്, ബാറ്ററീസ് വരണം. ആ ബാറ്ററീനെ നമ്മൾ AC-യിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്ത് സംഭവിക്കണം, അവിടെ ഫാസ്റ്റ് സ്വിച്ചിങ് നടക്കണം. ആ സ്വിച്ചിങ് ആണ് ഈ DC-നെ AC-യിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡിഫറൻസ് ആക്കിയിട്ട്, ഡയറക്ഷൻ ഓഫ് കറണ്ട് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നമ്മൾ DC-നെ എന്താക്കി മാറ്റണം, AC-യിലേക്ക് കൺവേർട്ട് ചെയ്യണം. So this is the basic block diagram of inverter circuit. Mainly there are two types inverters, that is series inverter and parallel inverter. നമുക്ക് സീരീസ് ഇൻവെർട്ടർ നോക്കാം. അതിന് മുന്നേ ഇൻവെർട്ടേഴ്സിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ ഒരു സ്വിച്ചിങ് ആക്ഷൻ നടക്കുന്നുണ്ട്, അതിന്റെ ബേസിലാണ് DC AC ആയിട്ട് മാറുന്നത്. അപ്പം ദിസ് ഈസ് എ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ദർ ഇസ് എ DC സോഴ്സ് ആൻഡ് ദർ ഇസ് എ സ്വിച്ച്. ഈ DC സോഴ്സ് നമ്മൾ ട്രാൻസ്ഫോമറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Then we get the output from this secondary coil. ഇപ്പൊ ഇവിടെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ സ്വിച്ചിങ് ആക്ഷൻ. സ്വിച്ചിങ് ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ചിന് രണ്ട് കോണ്ടാക്ട്സ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് അപ്പർ കോണ്ടാക്റ്റും വരുന്നുണ്ട്, ഒന്ന് ലോവർ കോണ്ടാക്റ്റും വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുക, സ്വിച്ചിൻ അപ്പർ കോണ്ടാക്റ്റിലാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ DC സോഴ്സിന്ന് ആയിരിക്കും സപ്ലൈ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ. സോ ദ കറണ്ട് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കറണ്ട് ഡയറക്ഷൻ. സോ ദ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് അപ്പർ വൈൻഡിങ് ഓഫ് ദി transformer and the direction of the current is marked like this arrow mark അല്ലെ. ഈ arrow മാർക്കിനനുസരിച്ചാണ് ഇവിടെ കറണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡ്യൂസ് EMF അല്ലെ, ഇവിടെ ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ് EMF ജനറേറ്റ് ചെയ്യും. ഈ ഡ്യൂ ടു ദിസ് ഇൻഡ്യൂസ്ഡ് EMF the generates a voltage across this secondary coil. ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് വെച്ചാൽ അപ്വേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ഈ ഡയറക്ഷൻ ഇവിടുത്തെ ഈ വോൾട്ടേജ് കൊണ്ട് എന്ത് സംഭവിക്കും, ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് സെക്കൻഡറിയിലേക്കും ഒരു വോൾട്ടേജ് ജനറേഷൻ വരും ആണല്ലോ. അപ്പം അതേ ഈ സെയിം ഡയറക്ഷനിൽ തന്നെ ഇവിടെയും കറണ്ട്, ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, EMF ജനറേറ്റ് ചെയ്യും.
ഇനി അടുത്ത കേസിൽ സ്വിച്ച് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ ലോവർ കോൺടാക്റ്റിലേക്ക് കൊടുക്കുക കേട്ടോ. അതാണ് സെക്കൻഡ് ഹാഫ് സൈക്കിൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ലോവർ ഹാഫ് സൈക്കിളിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി സി സോഴ്സിന്റെ സപ്ലൈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും കണ്ടോ. അപ്പൊ ഇതിന്റെ ലോവർ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് കൂടെ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ഡ്യൂ ടു ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ത് കിട്ടും, ഇവിടെയും നമുക്ക് എന്ത് കിട്ടും, ഒരു ഇ എം എഫ് ജനറേറ്റ് ചെയ്യും. അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഈ ഒരു പോസിറ്റീവ് ഈ ഒരു ഡയറക്ഷനിലാണ് കിട്ടിയതെങ്കിൽ നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ ഡൗൺവേർഡ് ഡയറക്ഷനാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. രണ്ട് ഹാഫ് സൈക്കിൾസും രണ്ട് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ഈ ഡി സി സോഴ്സിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാൻ പറ്റി, വിടാം എ സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി ഡ്യൂ ടു ദിസ് സ്വിച്ചിങ് ആക്ഷൻ. മനസ്സിലായില്ല? അപ്പൊ ഈ സ്വിച്ചിങ് ആക്ഷൻ ആണ് ഡി സിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എ സി. അതിന് നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട്, ഇവിടെ ഒരു ട്രാൻസ്ഫോമറും കൂടെ ആവശ്യമുണ്ട്. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ വൈൻഡിങ്സ് നോക്കി നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡറിയിലെ വൈൻഡിങ്സ് ആണ് കൂടുതൽ. സോ ദിസ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി കോയിലാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്, സീരീസ് ഇൻവേർട്ടേഴ്സ് ഉണ്ട്, പാരലൽ ഇൻവേർട്ടേഴ്സ് ഉണ്ട്. അപ്പൊ സീരീസ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സീരീസ് ആയിട്ടാണ് ഇതിന്റെ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് കണക്ട് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് എന്തൊക്കെയാണ്, ഇൻഡക്ടേഴ്സും കപ്പാസിറ്റേഴ്സും ആണ്. അത് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ ഏതിന് അക്രോസ് കണക്ട് ചെയ്യുന്നത്, ലോഡിന് അക്രോസ് കണക്ട് ചെയ്യുന്നത്. In basic series inverter, a thyristor turns off when the load current becomes zero due to natural characteristics of the circuit, and it is called self-commutated or natural commutated or load commutated inverter. അതിന്റെ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ദിസ് ഈസ് ദ ഡയഗ്രാം ഓഫ് സീരീസ് ഇൻവെർട്ടർ. ഇവിടെ ഇതാണ് ലോഡ് അല്ലെ. ഈ ലോഡിന് സീരീസ് ആയിട്ടാണ് ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും ഡ്യൂ ടു ദിസ് നേച്ചർ അല്ലെ. നമ്മൾ പണ്ട് മുൻപേ പഠിച്ചിരുന്നു, കമ്മ്യൂട്ടേഷൻസ് പഠിക്കുമ്പോൾ LC സർക്യൂട്ട് വെച്ചിട്ടുള്ള കമ്മ്യൂട്ടേഷൻ പഠിച്ചിരുന്നു, ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ. അപ്പൊ ഇവിടെ ഈ കമ്മ്യൂട്ടേറ്റിംഗ് എലമെന്റ്സ് ലോഡിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദർ ആർ ടു തൈറിസ്റ്റേഴ്സ് T1 ആൻഡ് T2. ദെൻ ഇവിടെ ഒരു ഡി സി സപ്ലൈയും കൂടെ വരുന്നുണ്ട് പ്ലസ് VDC. അപ്പൊ ഈ ഡി സി സപ്ലൈനെയാണ് നമ്മൾ എന്തായിട്ട് എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ട് തൈറിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് മോഡിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കേസിൽ നമ്മൾ തൈറിസ്റ്റർ T1 ഓൺ ചെയ്യാം. കണ്ടോ, T1 ഓൺ ചെയ്യാൻ മീൻസ് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്തു. T2 എന്ത് ചെയ്തു, T2 ഓഫ് കണ്ടീഷൻ. T2 ഓഫും T1 ഓണും ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയായിരിക്കും, ത്രൂ ദിസ് സപ്ലൈയിലേക്ക് കൂടെ വന്നു, T1ലേക്ക് കൂടെ വന്നു, കപ്പാസിറ്ററിലേക്ക് കൂടെ വന്നു, ഇൻഡക്ടറിലേക്ക് കൂടെ വന്നു, ദെൻ ത്രൂ ദിസ് ലോഡ് ആൻഡ് ബാക്ക് ടു ദി സപ്ലൈ. അതാണ് ഇവിടെ ഡോട്ട് മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്, റെഡ് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഫ്രം പ്ലസ് VDC ടു T1 CL R ആൻഡ് ബാക്ക് ടു മൈനസ് VDC. ഈ സമയത്ത് നമുക്ക് ലോഡിലേക്കുള്ള ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസിൽ എന്ന് പറഞ്ഞാൽ T1 ഓഫ് ആവും. കറണ്ട് ത്രൂ T1 ഓട്ടോമാറ്റിക്കലി ഓഫ് ഡ്യൂ ടു ദിസ് നേച്ചർ ഓഫ് ദിസ് LC അല്ലെ. LCയിലേക്ക് കൂടെ കറണ്ട് പോകുമ്പോൾ ആദ്യം ഒന്ന് റൈസ് ചെയ്തു, ദെൻ അതൊന്ന് ഡീകേ ചെയ്തു, ദെൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോകും. ആ മൊമെന്റിൽ തൈറിസ്റ്റർ ആ മൊമെന്റിൽ ഇതിലേക്കൂടെയുള്ള ലോഡ് കറണ്ട് സ്റ്റോപ്പ് ആവും. ഇനി വീണ്ടും എന്ത് ചെയ്യണം, തൈറിസ്റ്റർ T2 ഓൺ ചെയ്യണം. T1 ഓഫ് ആയി, ദെൻ T2 ഓൺ ചെയ്യുക. T2 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലെ, എനർജി ഇവിടെ സ്റ്റോർഡ് ആണ്. പിന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഇതുവഴി ഡിസ്ചാർജ് ചെയ്യും. കണ്ടോ, തിരിച്ച് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ. കപ്പാസിറ്ററിന്റെ ഈ പ്ലസ് ചാർജ് ഇതുവഴി കണ്ടോ, ഇതുവഴി തിരിച്ച് ഡിസ്ചാർജ് ചെയ്യും. അതാണ് ഇവിടെ ആരോ മാർക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. കപ്പാസിറ്റർ മാക്സിമം എത്ര വോൾട്ട് വരെ ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ടാകും, ഇതിലേക്കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിലും കൂടെ വോൾട്ടേജ് സ്റ്റോർ ആവും. ഓക്കെ, ഈ വരുന്ന VDCയും ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന VDCയും ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് പ്ലസ് 2 VDC കപ്പാസിറ്ററിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ പ്ലസ് ആണ് ഈ T2ലേക്ക് കണക്ഷൻ വരുന്നത്. അപ്പൊ T2 എന്തായിരിക്കും, ഫോർവേഡ് ബയസ്ഡ് ആവും ഡ്യൂ ടു ദിസ് 2 VDC. പിന്നെ T2 ട്രിഗർ പൾസും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് ഡിസ്ചാർജ് ചെയ്യാൻ ഇങ്ങനെ ഒരു പാത്ത് വരും. സോ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദിസ് T2, ത്രൂ ദിസ് R, ത്രൂ ദിസ് L ആൻഡ് ബാക്ക് ടു കപ്പാസിറ്റർ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ കേസിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഡൗൺവേർഡ് ആണെങ്കിൽ ഇവിടെ എന്താണ്, അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ജനറേറ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡെവലപ്ഡ് അക്രോസ് ദിസ് ലോഡ്. നിങ്ങൾക്ക് വേവ് ഫോം നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ദിസ് ഇസ് എ വേവ് ഫോം.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ തൈറസ്റ്റർ 1 ഓൺ ചെയ്തു. അത് ആ സമയത്ത് അതിലേക്ക് കൂടി ഒരു ലോഡ് കറണ്ട് ഫ്ലോ ചെയ്തു അല്ലെ. LCR സർക്യൂട്ട് ആണ്. സോ അതിന്റെ നേച്ചർ ഓഫ് കറണ്ട് നമ്മൾ കണ്ടു അല്ലെ. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ പഠിക്കുമ്പോൾ ഇതുപോലെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആയിട്ട് ഇങ്ങനെ വന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ലോഡ് കറണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഈ പോയിന്റ് എയിൽ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി തൈറസ്റ്റർ ഓഫ് ആയി. ദെൻ ആ സമയത്ത് കപ്പാസിറ്റർ ഒരു -VDC-യിലാണെന്ന് അസ്യൂം ചെയ്യുന്നു നമ്മൾ. കപ്പാസിറ്റർ മാക്സിമം എവിടെ വരെ ചാർജ് ചെയ്തിരുന്നു? +2 VDC വരെ. ആ +2 VDC എങ്ങനെയാണ് വന്നത്? ബാറ്ററി വോൾട്ടേജ് +VDC പ്ലസ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VDC, അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് +2 VDC വരെ കപ്പാസിറ്റർ ചാർജ് ആയി കിടക്കാണ്. ദെൻ ഇവിടെ വെച്ച് തൈറസ്റ്റർ 1 ഓഫ് ചെയ്തു. ഇനി ലോഡ് വോൾട്ടേജ് എന്താണ്? 0 ആണ്. ലോഡിൽ നമുക്ക് വോൾട്ടേജ്, ഇതാണ് ലോഡ് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ലോഡ് വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ഇത് വരക്കുന്നത് അല്ല. ഇവിടെ ചാർജിങ് ആയതുകൊണ്ട് വോൾട്ടേജിന്റെ ഡയറക്ഷൻ ഇതുപോലെ കൊടുത്തു. ദെൻ ഡീക്കേയിങ് ആയതുകൊണ്ട് ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തു. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് കപ്പാസിറ്റർ അല്ല തൈറസ്റ്റർ ഓഫ് ചെയ്യാണ്. ഇനി അടുത്തത് വീണ്ടും ലോഡിലേക്ക് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, വീണ്ടും കറണ്ട് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തൈറസ്റ്റർ T2 ഓൺ ചെയ്യണം. അപ്പൊ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ഉണ്ടോ? അടുത്ത കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ട് B എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ നമ്മൾ തൈറസ്റ്റർ 2 ഓൺ ചെയ്തു. ആ സമയത്ത് റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്തു അല്ലെ. റിവേഴ്സ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യാം. T2 ഓൺ ചെയ്തപ്പോൾ റെസിസ്റ്ററിലേക്ക് കൂടി അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് കറണ്ട് പോയത്. ഈ സമയത്ത് മാക്സിമം സ്റ്റോർ ചെയ്തിരിക്കുന്ന +2 VDC അഗെയിൻ ഡിസ്ചാർജ് ചെയ്ത് -VDC വരെ വരും. ഈ സമയത്തുള്ള ലോഡ് വോൾട്ടേജ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡീക്കേയിങ് നേച്ചർ ആയതുകൊണ്ട് കറണ്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ വോൾട്ടേജ് മാർക്ക് ചെയ്തു. ഇതൊരു അപ്വേർഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വോൾട്ടേജും അതിനനുസരിച്ച് അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കും. നിങ്ങൾ മെയിൻലി ഇവിടെ ഇതിൽ പ്ലോട്ട് ചെയ്യേണ്ടത് ലോഡില് കറണ്ട് മാർക്ക് ചെയ്യാം. ഉണ്ടോ? കറണ്ട് ആദ്യം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, ഇനി ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. നമുക്കിവിടെ എന്തായി? ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇവിടെ ജനറേറ്റ് ചെയ്തു അല്ലെ. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു DC സപ്ലൈ ആണ്. ബട്ട് നമുക്ക് ലോഡിലേക്ക് കൂടെ രണ്ട് ഡയറക്ഷനിലും നമുക്ക് ഇവിടെ കറണ്ട് കിട്ടി. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് വരാൻ കാരണം നമ്മൾ എന്താണ്? ഫസ്റ്റ് തൈറസ്റ്റർ ഓഫ് ആയിട്ട് സെക്കൻഡ് തൈറസ്റ്ററിനെ ഓൺ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് എന്ത് ഇവിടെ ഓഫ് ടൈം ആയിട്ട് T ഓഫ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ആണ് ഉണ്ടോ? സീരീസ് ഇൻവെർട്ടറിന്റെ വർക്കിംഗ് ഉണ്ടോ? ഇതിന്റെ തന്നെ വർക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വർക്കിംഗ് വെച്ചാൽ രണ്ട് തൈറസ്റ്റേഴ്സ് ഉണ്ട്, T1 ഉണ്ട്, T2 ഉണ്ട്. റെഗുലർ ഇന്റർവെലിന് ഇതിനിങ്ങനെ ഓൺ ചെയ്യാം. T2 is kept off. സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ T2 ഓഫ് ചെയ്യാം. എന്നിട്ട് വോൾട്ടേജ് കപ്പാസിറ്റർ മാർക്ക് ചെയ്യാം. ഉണ്ടോ? ഫസ്റ്റ് മോഡ് 1 എന്താണ്? T1 ഓൺ ആവുന്ന കേസ് ആണ് പറയുന്നത്. T1 ഓൺ ആവുന്ന കേസിൽ കപ്പാസിറ്റർ മാക്സിമം എന്താണ്? +2 VDC വരെ ചാർജ് ചെയ്യുന്നുണ്ട്. അടുത്ത കേസിലാണ് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഇതിലേക്കുള്ള കറണ്ട് ഓഫ് ചെയ്യുന്നു. ഇപ്പൊ മോഡ് 1 T1 ഓൺ ചെയ്ത പറഞ്ഞു. മോഡ് 2 T1 ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന കേസ് പറഞ്ഞു. ദെൻ മോഡ് 3 എന്താണ്? അടുത്ത T2 ഓൺ ചെയ്യുന്ന കേസാണ് പറയുന്നത്. T2 ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്ററിലേക്ക് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. SR-T2 RL സർക്യൂട്ട്, അതിലേക്കുള്ള കറണ്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ +2 VDC ചാർജ് ചെയ്ത് കിടക്കുന്നത് -VDC-യിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, SR-T2 എന്തായിരിക്കും? ടേൺസ് ഓഫ് ഓട്ടോമാറ്റിക്കലി അറ്റ് പോയിന്റ് C ഡ്യൂ ടു ലോഡ് കറണ്ട് ബിക്കം 0. അപ്പോൾ ഓട്ടോമാറ്റിക്കലി T2 ഓഫ് ചെയ്യും. അപ്പോൾ പോയിന്റ് C to D-യിലാണ് എന്ത് പറയുന്നുണ്ടോ? പോയിന്റ് C to D-യിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആണ്. ഇനി വീണ്ടും നമുക്ക് അടുത്ത പോസിറ്റീവ് ഡയറക്ഷനിൽ കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ T1 അഗെയിൻ ഓൺ ചെയ്യണം. അപ്പോൾ പോസിറ്റീവ് AC ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാഫ് സൈക്കിൾ ജനറേറ്റ്സ് ഡ്യൂ ടു DC വോൾട്ടേജ് സോഴ്സ്, വേറസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ജനറേറ്റ്സ് ഡ്യൂ ടു കപ്പാസിറ്റർ. ഉണ്ടോ? അതായത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കറണ്ട് വരാനുള്ള കാരണം ബാറ്ററിയിലേക്ക് കൂടിയുള്ള കറണ്ട് ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കറണ്ട് വന്നത് എങ്ങനെയാണ്? കപ്പാസിറ്റർ ആണ് അവിടെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത് അല്ലേ. ടൈം ഡ്യൂറേഷൻ AB ആൻഡ് CD ഡെഡ് സോൺ ആയിട്ടാണ് പറയുന്നത്. AB ആൻഡ് CD ഒരു AB ആൻഡ് CD ഈ ഒരു റീജിയനെ ഡെഡ് സോൺ ആയിട്ടാണ് പറയുന്നത്. ഫാസ്റ്റ് സ്വിച്ചിങ് നടക്കുകയാണെങ്കിൽ നമുക്കിത് അടുത്തടുത്തായിട്ട് ഈ ഡെഡ് സോൺ കുറച്ച് കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള AC സപ്ലൈ കിട്ടും. ഇവിടെ ഇത് കുറച്ച് ഇന്ററപ്റ്റഡ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് വേവ് ഫോംസ് ഓഫ് സീരീസ് ഇൻവെർട്ടർ സർക്യൂട്ട്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ ഇൻവെർട്ടേഴ്സ് ആണ്. അപ്പൊ ദിസ് ഈസ് എ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് പാരലൽ ഇൻവെർട്ടർ. അപ്പൊ പാരലൽ ഇൻവെർട്ടറിൽ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഉണ്ടോ? കപ്പാസിറ്റർ ഇങ്ങനെ ലോഡിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ദിസ് ഇസ് എ ലോഡ് സർക്യൂട്ട്
നേരത്തെ ആ കപ്പാസിറ്റർ ലോഡിന് സീരീസ് ആയിട്ടായിരുന്നു കണക്ട് ചെയ്തിരുന്നത്. ഇവിടെ കപ്പാസിറ്റർ എങ്ങനെയാണ് വരുന്നത്? ലോഡിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? പാരലൽ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമറിന്റെ ദിസ് ഇസ് എ പ്രൈമറി വൈൻഡിങ് ആൻഡ് ദിസ് ഇസ് സെക്കൻഡറി വൈൻഡിങ്. പ്രൈമറിക്ക് തന്നെ രണ്ട് സെക്ഷൻ ഉണ്ട് അല്ലെ? അപ്പർ വൈൻഡിങ് ഉണ്ട്, ലോവർ വൈൻഡിങ് ഉണ്ട്. ഈ അപ്പർ വൈൻഡിങ്ങിലാണ് ഈ ന്യൂട്രൽ പോയിന്റ് ഉണ്ടോ? ഈ ന്യൂട്രൽ പോയിന്റിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇൻഡക്ടർ ആൻഡ് DC സപ്ലൈ. ഇനി DC സപ്ലൈ ആൻഡ് DC സപ്ലൈ രണ്ട് തൈറിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുക. ഇവിടെ രണ്ട് തൈറിസ്റ്റേഴ്സിന്റെ കാഥോഡ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് റിവേഴ്സിലും കണക്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ വർക്കിങ്ങിന്റെ ഡയറക്ഷൻ മാറുന്നേ ഉള്ളൂ, കറണ്ട് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് SES പാരലൽ ആയിട്ടാണ് അല്ലെ? രണ്ടിന്റെയും കാഥോഡ് ആണ് ജോയിൻ ചെയ്തിട്ട് DC സപ്ലൈനെ നെഗറ്റീവിലേക്ക് കൊടുത്തിരിക്കുന്നത്. DCയുടെ പോസിറ്റീവ് ഇൻഡക്ടറിലേക്ക് കൂടെ വന്നിട്ട് ഈ ന്യൂട്രൽ പോയിന്റിലേക്ക് കൊടുത്തു. ഇനി ഇതിന്റെ ആനോഡ് പ്രൈമറിന്റെ A എന്ന് പറയുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. ഇതിന്റെ ആനോഡ് നമ്മൾ പ്രൈമറിയുടെ B എന്ന് പറയുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്തു. ഈ രണ്ട് തൈറിസ്റ്ററിന്റെ ആനോഡിനെ കൂടെ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ ഇൻ ഇഫക്റ്റ് എങ്ങനെയാണ് വരുന്നത്? പാരലൽ ടു ദിസ് ലോഡിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് തന്നെ ഇവിടത്തേക്ക് ജനറേറ്റ് ചെയ്യും. ഇത് ഏതിന് പാരലൽ ആയിട്ട് വരും? ലോഡിന് വരും. ഇതേ വോൾട്ടേജ് തന്നെയാണ് എവിടെയും വരുന്നത്? കപ്പാസിറ്ററിൽ വരുന്നത്. ദാറ്റ് മീൻസ് ദീസ് ആർ പാരലൽ കണക്ഷൻസ്. ഓക്കെ, അപ്പോൾ പാരലൽ ഇൻവെർട്ടറിന്റെ വർക്കിംഗ് അറിയുന്ന മുന്നിട്ട് ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ സീരീസ് ഇൻവെർട്ടറിൽ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം? ആദ്യം ഒരു തൈറിസ്റ്ററിന് ഓൺ ചെയ്യാം, അടുത്തതിനെ ഓഫ് കണ്ടീഷനിൽ കൊടുക്കാം. ഇതാണ് ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ പറയുന്നത്. ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ T1 ഓൺ ചെയ്തു. ഓക്കെ, T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ T1 എന്തായി? ഷോർട്ട് സർക്യൂട്ട് ആയി. T2 ഓഫ് കണ്ടീഷനിലാണ് ഉള്ളത്. ഇത് ഓൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഡയറക്ഷൻ ഓഫ് കറണ്ട് വരുന്നത്? പ്ലസ് VDC കറണ്ട് സ്റ്റാർട്ട് ചെയ്തു, ഇൻഡക്ടറിലേക്ക് കൂടെ ഫ്ലോ ചെയ്തു, ഇങ്ങനെ വന്നു. ഇവിടെ വന്നിട്ടോ പോയിന്റ് സിയിലേക്ക് വരും. ദെൻ ത്രൂ ദിസ് വൈൻഡിങ് പോയിന്റ് എയിലേക്ക് കൂടെ വന്നിട്ട് T1 കൂടെ വന്നിട്ട് തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ വരും അല്ലെ? അതാണ് ഇവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്തേക്ക്. ഈ ഡോട്ടഡ് ലൈൻ ഇതിൽ വന്ന് ഇൻഡക്ടറിലേക്ക് കൂടെ വന്നു, ദെൻ അപ്പർ ഹാഫ് വൈൻഡിങ്ങിലേക്ക് കൂടെ ഫ്ലോ ചെയ്തു, ദെൻ T1 കൂടെ പാസ് ചെയ്തു, ദെൻ ബാക്ക് ടു ദിസ് സപ്ലൈ VDC. അപ്പൊ ഈ സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്തു അല്ലെ? ഇൻഡക്ടറിലേക്ക് കൂടി ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് അക്രോസ് എന്ത് വരും? EMF ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്ലസ് മാർക്ക് ചെയ്തു, സോ ഇവിടെ മൈനസ് മാർക്ക് കൊടുത്തു. ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF വരും അല്ലെ? ഈ ഇൻഡ്യൂസ്ഡ് EMF കൊണ്ട് പ്രൈമറിയിലെ അപ്പർ വൈൻഡിങ്ങിൽ വരുന്ന EMF കൊണ്ട് ലോവറിലും എന്ത് വരും? EMF ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇത് ന്യൂട്രൽ പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മൈനസ് കൊടുക്കും, ഇവിടെ എന്ത് കൊടുക്കും? പ്ലസ് കൊടുക്കും. അപ്പൊ ഇവിടെ മാക്സിമം VDC ആണ് സ്റ്റോർ ചെയ്തതെങ്കിൽ അല്ല ജനറേറ്റ് ചെയ്തതെങ്കിൽ ടോട്ടലി ഇതിന് അക്രോസ് എത്ര വരും? രണ്ട് വൈൻഡിങ്ങും കൂടിയിട്ട് ഇവിടെ ഒരു VDC ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതേ VDC ഇവിടെ ലോവർ വൈൻഡിങ്ങിലും ജനറേറ്റ് ആയി. സോ ടോട്ടൽ 2 VDC ഇതിന് അക്രോസ് ജനറേറ്റ് ചെയ്തു. ഇതേ 2 VDC ഏതിന് അക്രോസും വരും? കപ്പാസിറ്ററിന് അക്രോസും വരും. കാരണം ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ആണ് പൊളാരിറ്റി, സോ കപ്പാസിറ്ററിന് ഇവിടെ മൈനസ് പൊളാരിറ്റി കൊടുക്കുക, ഇവിടെ പ്ലസ് ആണ്, സോ ഇവിടെ പ്ലസ് കൊടുക്കുക. അപ്പൊ പ്ലസ് 2 VDC വോൾട്ടേജ് കപ്പാസിറ്ററിന് അക്രോസ് ജനറേറ്റ് ചെയ്തു അല്ല? ഈ നെഗറ്റീവ് -2 നെഗറ്റീവ് ആയിരിക്കും എവിടെ വരുന്നത്? T1 ആനോഡിലേക്ക് വരുന്നത്. സോ T1 റിവേഴ്സ് ബയസ്ഡ് ആകും, T1 ഓഫ് ആകും. മനസ്സിലല്ലേ? അപ്പൊ ഇവിടെ T1 കാഥോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ -VDC ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ -2 VDC സോ ഇത് ഓഫ് ആകും. ഈ ഇതേ വോൾട്ടേജ് തന്നെ എവിടെയും ഇൻഡ്യൂസ് ചെയ്യും, എവിടെയും ഇൻഡ്യൂസ് ചെയ്യും. അതായത് ഇതിന്റെ പ്രൈമറിയിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് അതുപോലെ എങ്ങോട്ടേക്ക് ഇൻഡ്യൂസ് ആകും? നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലേക്കും ഇൻഡ്യൂസ് ആകും. ഇവിടുത്തെ ടേൺസ് റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? ടേൺസ് റേഷ്യോസ് യൂണിറ്റി ആണെങ്കിൽ ഇതേ വോൾട്ടേജ് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. ഇത് തന്നെ ഏതിലേക്കൂടെ ഫ്ലോ ചെയ്യും? കറണ്ട് ലോഡിലേക്കൂടെ ഫ്ലോ ചെയ്യും. അപ്പൊ നമുക്ക് ലോഡിന് അക്രോസ് ഒരു വോൾട്ടേജ് കിട്ടി. ആ വോൾട്ടേജിൽ ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ മൈനസ് മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് പ്ലസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ഡയറക്ഷനിലേക്ക് കൂടി ഉള്ള കറണ്ട് ഇതിലേക്കൂടെ പാസ് ചെയ്തു. ഇനി അപ്പൊ T1 ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി, കാരണം T1 റിവേഴ്സ് ബയാസ്ഡ് ബൈ ദിസ് വോൾട്ടേജ് -2 VDC അല്ലെ? ഇനി അടുത്ത ഹാഫ് സൈക്കിൾസ് ഓഫ് കറണ്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? T2 ഓൺ ചെയ്യണം. ഓക്കെ, ഇത് പറഞ്ഞാൽ ഇക്വിവാലന്റ് സർക്യൂട്ട് വെൻ SCR T1 ഓൺ ആയ ഡയഗ്രാം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അടുത്തത് ഇക്വിവാലന്റ് സർക്യൂട്ട് വെൻ SCR T2 ഓൺ. T2 നമ്മൾ എന്ത് ചെയ്യാം? ഓൺ ചെയ്യാം. T2 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെ പാസ് ചെയ്യും? ഇവിടെ തന്നെയാണ് കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഇതിലേക്ക് കൂടെ വന്നു, പ്ലസ് VDC കൂടെ വന്നു, ഇൻഡക്ടറിലേക്ക് കൂടെ വന്നു,
ഇവിടുന്ന് എങ്ങനെ വരും? ഇതിലെ വന്നു സിയിലേക്ക് എത്തി, സിന്ന് തിരിച്ച് മുകളിലേക്ക് പോവില്ല. കാരണം എന്താണ്? ഇവിടെ ഈ പാത്ത് ഓപ്പൺ ആണ്, അപ്പൊ മുകളിലേക്ക് പോവില്ല. പകരം കറണ്ട് എങ്ങനെ വരും? സിന്ന് തിരിച്ച് താഴേക്കൂടെ, അതായത് ലോവർ വൈൻഡിങ്ങിലേക്ക് കൂടെ പാസ് ചെയ്തു പോയിന്റ് ബിയിലെത്തി. അവിടുന്ന് T2 വഴി എങ്ങോട്ടേക്ക് വരും? -VDC. മനസ്സിലായോ? അപ്പൊ ഈ ഡോട്ട് ഇട്ട മാർക്ക് നോക്കുക. ആദ്യത്തെ കേസിൽ ഈ അപ്പർ വൈൻഡിങ്ങിലേക്ക് കൂടിയാണ് കറണ്ട് പാസ് ചെയ്തതെങ്കിൽ അടുത്ത കേസിൽ ഈ ലോവർ വൈൻഡിങ്ങിലേക്ക് കൂടിയാണ് കറണ്ട് പാസ് ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സമയത്ത് ഇവിടെയാണ് നമ്മൾ പ്ലസ് മാർക്ക് ചെയ്യുന്നത്. ഇത് പ്ലസ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഓക്കെ, ഈ പ്ലസ് കൊണ്ട് ഇത് ന്യൂട്രൽ പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് മാർക്ക് ചെയ്യാം, ഇവിടെ പ്ലസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ മൈനസ് ആയതുകൊണ്ട് കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് കൊടുക്കുക, ഇവിടെ പ്ലസ് കൊടുക്കുക. ഈ -2 VDC ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് T2നെ റിവേഴ്സ് ബയാസ് ചെയ്യിക്കും. കാരണം T2ന്റെ ഒരെൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് -VDCയിലേക്കും ഒരെൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത് -2 VDCയിലേക്കാണ്. അപ്പൊ ഇത് റിവേഴ്സ് ബയാസ് ആവുക ചെയ്യുന്നത്. അപ്പൊ T2 എന്തായി പോകും? ഓഫ് ആയി പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ നേരത്തെ കേസിലുള്ള ഡയറക്ഷൻ ഓഫ് കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് കാണിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, ആദ്യത്തെ കേസ് ഇങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് തിരിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സൈക്കിളിന്റെ ഒരു ഹാഫ് സൈക്കിൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ ജനറേറ്റ് ചെയ്തു, അടുത്ത ഹാഫ് സൈക്കിൾ ഇവിടെ ജനറേറ്റ് ചെയ്തു. ഡ്യൂ ടു ദിസ് സ്വിച്ചിങ് ഓഫ് തൈറസ്റ്റേഴ്സ് T1 ആൻഡ് T2. അതുകൊണ്ടാണ് സെന്റർ ടാപ്ഡ് വൈൻഡിങ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെന്റർ ടാപ്പ് വൈൻഡിങ് ആയതുകൊണ്ടാണ് പ്രൈമറി വൈൻഡിങ്ങിൽ, അതായത് ഒന്ന് ന്യൂട്രലിൽ നിന്ന് മേലോട്ടേക്ക് പോകുന്ന പോലെയാണ് കറണ്ട് വരുന്നത്, ഒന്ന് ന്യൂട്രലിൽ നിന്ന് താഴേക്ക് വരുന്നത് പോലെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്തു. ഇതിന്റെ വേവ് ഫോംസ് നമുക്ക് നോക്കാം. ഇതിന്റെ വർക്കിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഇതിന്റെ വേവ് ഫോംസ് നോക്കാം. കണ്ടോ? ഇത് ഗേറ്റിൽ SCR തൈറസ്റ്റർ 1ന്റെ ഗേറ്റ് പൾസ്, തൈറസ്റ്റർ 2 ഗേറ്റ് പൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കപ്പാസിറ്ററിലേക്ക് കൂടിയുള്ള വോൾട്ടേജ്, കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഇത് തൈറസ്റ്റർ 1ന് അക്രോസ് വരുന്ന വോൾട്ടേജ്. ഇത് കപ്പാസിറ്റർ കറണ്ട് ആണ്, ഇത് ലോഡ് കറണ്ട് ആണ്. നമ്മൾ കണ്ടു, ആദ്യം നമ്മൾ തൈറസ്റ്റർ 2നെയാണ് ഇവിടെ ഓൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് തൈറസ്റ്റർ 1നെ ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ തൈറസ്റ്റർ 1നെ ഓൺ ചെയ്താൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു? തൈറസ്റ്റർ 1നെ ഓൺ ചെയ്ത സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് മാക്സിമം 2 VDC വരെ ചാർജ് ചെയ്തിരുന്നു അല്ലെ? ഉണ്ടോ? മാക്സിമം -2 VDC നിന്ന് +2 VDCയിലേക്ക് പോയത് ഫസ്റ്റ് തൈറസ്റ്റർ ഓൺ ചെയ്ത സമയത്താണ്. അപ്പൊ ഫസ്റ്റ് തൈറസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തൈറസ്റ്റർ 1 വർക്കിംഗ് ആണ് അല്ലെ? സോ അതിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവില്ല. ഇവിടെ ഈ ട്രിഗർ പൾസിന് ശേഷം തൈറസ്റ്റർ 1 ഓഫിലായിരിക്കും. ആ സമയത്ത് കപ്പാസിറ്ററിലേക്ക് കൂടി പാസ് ചെയ്ത ഒരു ചെറിയ കറണ്ട് ഉണ്ട്, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ സമയത്ത് ലോഡിലെ ഉള്ള ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കുറച്ച് ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടാണ് SCR2നെ ഓൺ ചെയ്യുന്നത്. SCR2 ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? കപ്പാസിറ്ററിലുള്ള വോൾട്ടേജ് +2 VDC നേരെ -2 VDCയിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ആ സമയത്ത് തൈറസ്റ്റർ 1 ഓഫ് ആണ്. സോ തൈറസ്റ്റർ 1 ഇതുവരെ 0 വോൾട്ടേജ് ആയിരിക്കുന്നത് നേരെ ഉണ്ടോ മുകളിലേക്ക് കാണിക്കുക അതിന്റെ വോൾട്ടേജ്. അപ്പൊ ആദ്യത്തെ കേസിൽ അത് 1 ഓൺ ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഓഫ് കപ്പാസിറ്റർ കറണ്ട് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 2 ഓൺ ചെയ്ത സമയത്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ പൊളാരിറ്റി ഓഫ് കറണ്ട് എന്ത് മാർക്ക് ചെയ്യാം? ആദ്യത്തെ കേസിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അടുത്ത കേസിൽ അപ്വേർഡ് ഡയറക്ഷൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ വേവ് ഫോംസ് വരയ്ക്കുമ്പോൾ ഇതിന് ശേഷമായിട്ട് വരച്ചോ. ഈ ആക്സിസിന് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഫസ്റ്റ് തൈറസ്റ്റർ, സെക്കൻഡ് തൈറസ്റ്റർ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഫാസ്റ്റ് സ്വിച്ചിങ് ആയതുകൊണ്ടാണ് ഇതിന് സ്ക്വയർ വേവ് വരച്ചിരിക്കുന്നത്. ഫാസ്റ്റ് സ്വിച്ചിങ് ഓഫ് SCR 1 and 2 കൊടുത്തിട്ട് നമുക്കൊരു സ്ക്വയർ നേച്ചറിൽ മാർക്ക് ചെയ്യാം. അതായത് ഒരു കേസിൽ +VDC ജനറേറ്റ് ചെയ്യുന്നു, ഒരു കേസിൽ -VDC അല്ല പ്ലസ് ഡയറക്ഷനിൽ കിട്ടുന്നു, ഒരു കേസിൽ മൈനസ് ഡയറക്ഷനിൽ കിട്ടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ SCR2 ഓൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോസിറ്റീവായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് SCR2 ഓൺ ചെയ്ത കേസിലാണ് ഈ ഡയറക്ഷൻ ഓഫ് കറണ്ടിനെ നമ്മൾ പ്ലസ് ആയിട്ട് മാർക്ക്. അതായത് അത് നിങ്ങൾ എന്താണ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് SCR1 ഓൺ ചെയ്ത സമയം ഉണ്ടോ? 1 ഓൺ ചെയ്ത സമയത്ത് ഇവിടെയാണ് നെഗറ്റീവ് പൊളാരിറ്റി വന്നിരിക്കുന്നത് അല്ലെ? സോ ഇവിടെയാണ് ആക്ച്വലി നെഗറ്റീവ് പൊളാരിറ്റി മാർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് 1 ഓൺ ചെയ്ത സമയത്ത് നമ്മൾ 1 ഓൺ ചെയ്ത സമയത്താണ് നമ്മൾ ആക്ച്വലി എന്ത് കൊടുക്കുന്നത്? നെഗറ്റീവ് പൊളാരിറ്റി കൊടുക്കുന്നത്. SCR2 ഓൺ ചെയ്ത കേസിൽ ഇവിടെയാണ് കപ്പാസിറ്ററിന് അക്രോസ് പ്ലസ് വരുന്നത്, അതേ പ്ലസ് തന്നെയാണ് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ 2 ഓൺ ചെയ്തതിന് ശേഷമാണ് 2 ഓൺ ചെയ്തതിന് ശേഷമാണ് കറണ്ട് പ്ലസിലേക്ക് കാണിക്കേണ്ടത്. ഇവിടെ 2 ഓൺ ചെയ്തതിന് ശേഷമാണ് പ്ലസിലേക്ക് കാണിച്ചിരിക്കുന്നത്.
ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഡിഫറെന്റ് മോഡ്സ് കാണിച്ചിരിക്കുന്നത്. മോഡ് 1 ആദ്യത്തെ പ്രൈമറി അപ്പർ വൈൻഡിങ്ങിലേക്ക് കൂടെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ പ്ലസ് വി ഡി സി എൽ സി എ എന്ന് പറയുന്ന ആ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് സി ആൻഡ് എ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എസ് T1 ബി ഡി സിയിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ട്. അപ്പൊ അവിടെ ജനറേറ്റ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് മാക്സിമം 2 വി ഡി സി വരും. SCR2ന്റെ മാക്സിമം കപ്പാസിറ്റി 2 വി ഡി സി ആണ്. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആയി പോകും. അടുത്ത മോഡ് 2 SCR2നെ ഓൺ ചെയ്യുക, 1നെ ഓഫ് ചെയ്യുക. 1 ഓഫ് ചെയ്യാനുള്ള കാരണം കപ്പാസിറ്റർ വോൾട്ടേജ് അതിനെ റിവേഴ്സ് ബയസ് ചെയ്യിക്കുന്നതാണ്. ആ സമയത്ത് ലോവർ വൈൻഡിങ്ങിലേക്ക് കൂടിയാണ് കറണ്ട് പോകുന്നത്. പ്ലസ് വി ഡി സി എൽ സി ബി എന്നാണ് കൊടുക്കുന്നത്. എൽ സി ബി എന്ന് കൊടുക്കാൻ കാരണം കണ്ടോ, എല്ലിലേക്ക് കൂടെ വന്നിട്ട് സിയിലേക്ക് കൂടെ വന്നിട്ട് ബി വഴിയാണ് പോകുന്നത്. സോ എൽ സി ബി എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കപ്പാസിറ്റർ -2 വി ഡി സി ചാർജ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി SCR2 ഓഫ് ആകും. ദെൻ T1 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓൺ ദ വേവ് ഫോംസ് ഓഫ് പാരലൽ ഇൻവേർട്ടേഴ്സ്. ഇൻസൈഡ് ആൻഡ് ഇൻവേർട്ടർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു PCB പ്രിന്റഡ് സർക്യൂട്ട് ബോർഡും അതിന്റെ കണക്ടിങ് വയേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻവേർട്ടർ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ വരുന്ന പാർട്സ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു അല്ലെ. ഇൻവെർട്ടറിന് ബാറ്ററി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുമെന്ന് വിചാരിക്കാം. പിന്നെ അതിനുള്ളിൽ വരുന്ന ബാക്കിയുള്ള ഈ ഫാസ്റ്റ് സ്വിച്ചിങ് SCR സർക്യൂട്ടും ട്രാൻസ്ഫോമർ സെക്ഷനും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഈ ബോക്സിന്റെ ഇൻസൈഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. What are the applications of inverters? ഇൻവേർട്ടേഴ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ വേരിയബിൾ സ്പീഡ് AC മോട്ടോഴ്സ്, എവിടെയാണോ മെയിൻ സപ്ലൈ ഫെയിലിയർ ആവുന്ന കേസസ് ഒക്കെ വരുന്നത് അവിടെയൊക്കെ നമുക്ക് ഇൻവേർട്ടേഴ്സ് അപ്ലൈ ചെയ്യാം. വേരിയബിൾ സ്പീഡ് AC മോട്ടോഴ്സ്, ഇൻഡക്ഷൻ ഹീറ്റിംഗ് നിങ്ങൾക്ക് അടുത്ത മോഡ്യൂൾ പഠിക്കാനുണ്ട്. ദെൻ എയർക്രാഫ്റ്റ് പവർ സപ്ലൈ, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ, UPS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കമ്പ്യൂട്ടറിൽ നമുക്ക് മെയിൻ ഫെയിൽ ആവുകയാണെങ്കിൽ എന്താ പറയണ്ട സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, UPS യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ ലൈൻസ്, ബാറ്ററി വെഹിക്കിൾ ഡ്രൈവ്സ്, ദെൻ റെഗുലേറ്റർ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി പവർ സപ്ലൈസ്. അങ്ങനെ എല്ലാ പവർ സപ്ലൈസിലും നമുക്ക് മെയിൻ ഫെയിൽ ആവുന്ന കേസിലൊക്കെ ഓൾട്ടർനേറ്റീവ് ഒരു ഇതായിട്ടാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഇൻവേർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻവേർട്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.